വലിയ പ്രളയം, പല പ്രദേശങ്ങളും കുത്തിയൊലിച്ചില്ലാതായി പോയ പ്രളയം. ആ പ്രളയത്തിൽ നിന്ന് കരകയറാനുള്ള ഒന്നിച്ചുള്ള ശ്രമത്തിലാണ് നമ്മൾ. പ്രളയത്തിന് ശേഷം നമ്മൾ നേരിടാൻ പോകുന്ന അല്ലെങ്കിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ് പകർച്ചവ്യാധികൾ. പല രൂപത്തിൽ പകർച്ചവ്യാധികൾ കേരളത്തെ പിടികൂടുകയാണ്. അതിൽ ഏറ്റവും വലിയ വെല്ലുവിളിയാവുകയാണ് എലിപ്പനി. ഇപ്പോൾ കണ്ടുവരുന്ന സാഹചര്യത്തിൽ ഒരു സാംക്രമിക രോഗമായി എലിപ്പനി വളരെ വേഗത്തിൽ മാറിയിരിക്കുന്നു. ഈ വർഷത്തിൽ ഇതിനോടകം 1400-ലധികം പേർക്ക് എലിപ്പനി ബാധിച്ചതായാണ് കണക്ക്. രണ്ടാമത്തത് പ്രളയജലം ഒഴിയുമ്പോൾ ഞങ്ങളത് മുൻകൂട്ടി കണ്ടു. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങൾ ചെയ്തത് സംസ്ഥാന തലത്തിലൊരു കൺട്രോൾ റൂം ഓപ്പൺ ചെയ്യുകയാണ്. DHSൻ്റെ ഓഫീസ് കൺട്രോൾ റൂമായിട്ട് പ്രവർത്തിക്കുകയാണ്. അവിടെ ഞങ്ങൾ ചാർജ് ഓഫീസർമാരായിട്ട് അവിടുത്തെ അഡീഷണൽ DHSമാർക്ക് ചുമതല കൊടുത്തു. എല്ലാവർക്കും ചുമതല കൊടുത്തു. ഒരാൾക്ക് ചുമതല കൊടുത്തത് മെഡിസിൻ ആൻഡ് അതർ തിങ്, ലോജിസ്റ്റിക്, പിന്നെ മെറ്റീരിയൽസ്, ഇതൊക്കെ അതെവിടെയെങ്കിലും കുറയുന്നുണ്ടോ, മെഡിസിൻ ഏതെങ്കിലും ഡിപ്പോ വഴി ഉടനെ തന്നെ അവിടെ മെഡിസിൻ എത്തിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തമാണ് ആ ടീമിന്. ഒരു ടീം ഡോക്ടർമാരെ അതിന് നിശ്ചയിച്ചു. അതുകൊണ്ട് തന്നെ കൺട്രോൾ റൂം വഴി ബന്ധപ്പെട്ട് ഈ പ്രളയബാധിത പ്രദേശങ്ങളിലാകെ എവിടെയെങ്കിലും മെഡിസിൻ ഷോർട്ടേജ് ഉണ്ടോ, എന്ത് ഷോർട്ടേജാണുള്ളത് അത് എത്തിച്ചു കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. മറ്റൊരു കൂട്ടർക്ക് ക്ലോറിനേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുടെ ചുമതലയാണ് കൊടുത്തത്. പബ്ലിക് ഹെൽത്ത് ഭാഗത്തിന് ഡോക്ടർ റീനയുടെ നേതൃത്വത്തിൽ, അഡീഷണൽ DHS ഡോക്ടർ റീനയുടെ നേതൃത്വത്തിൽ വളരെ സ്തുത്യർഹമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നടത്തിയത് കൃത്യമായിട്ട്. അങ്ങനെ ഓരോന്നിനും ചാർജ് കൊടുത്തു. വലിയ ആധുനികവൽക്കരണം ആരോഗ്യ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ പ്രളയം വന്നത്. തൽക്കാലം ഈ ഒരു മാസക്കാലം നമുക്ക് ആ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നിലച്ചു പോയി എന്നുള്ളതാണ് വസ്തുത. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങളുടെ കുറേ ആശുപത്രികളും തകർന്നുപോയി. 96 സ്ഥാപനങ്ങൾ പ്രളയത്തിൻ്റെ ഭാഗമായി പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ ആ സ്ഥാപനങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നതിലുപരി ആർദ്രം മിഷൻ്റെ കാഴ്ചപ്പാടോടുകൂടി ആ സ്ഥാപനങ്ങളെ ആധുനിക ഹോസ്പിറ്റലുകളായി കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. അതിന് പണം ഒരു പ്രധാന പ്രതിബദ്ധമാണ്. പക്ഷേ പലരും പല മേഖലയിലും സഹായിക്കുന്നതിൻ്റെ കൂടെ ഈ ആശുപത്രികൾ റീകൺസ്ട്രക്റ്റ് ചെയ്യാനും ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള മെഡിക്കൽ മേഖലയിൽ താല്പര്യമുള്ള ആളുകൾ തയ്യാറാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഓരോ ആശുപത്രിയായി നവീകരിക്കാനും അത് പ്രവൃത്തി പൂർത്തിയാക്കാനും കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ തകർന്നു പോയതിനെ അതേപടി പുനഃസ്ഥാപിക്കുകയല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ അതിനേക്കാൾ മെച്ചപ്പെട്ട ഒന്നായിട്ട് പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്, കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിൻ്റെയും ലക്ഷ്യം. ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയയാണ് രോഗം പടർത്തുന്നത്. എലികൾക്ക് പുറമെ പന്നി, കന്നുകാലികൾ, പട്ടി തുടങ്ങിയവയിൽ നിന്നെല്ലാം ഈ രോഗം പകരാം. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പാലിക്കേണ്ടതാണ്. ആയിരത്തി 1907 എലിപ്പനിയുടെ ബാക്ടീരിയയെ തിരിച്ചറിഞ്ഞത്. 1908 ലെപ്റ്റോസ്പൈറസ് ആണ് ആ ബാക്ടീരിയ എന്ന് സ്ഥിരീകരിച്ചു. രോഗാണുവാഹകരായ ജന്തുക്കളുടെ മൂത്രം കലർന്ന ജലാശയങ്ങൾ, ഓടകൾ, കുളങ്ങൾ, മണ്ണ്, കൃഷിയിടങ്ങൾ എന്നിവയിൽ നിന്ന് രോഗം പകരാം. അനുകൂല സാഹചര്യത്തിൽ ഈ ബാക്ടീരിയ ഏറെ നാൾ ജീവിക്കും. വെള്ളക്കെട്ടുകളിൽ ഇറങ്ങുന്നവർ അല്ലെങ്കിൽ അത്തരം പശ്ചാത്തലങ്ങളിൽ ജോലി ചെയ്യുന്നവർ നിർബന്ധമായും സ്വീകരിക്കേണ്ട ചില മാർഗങ്ങളുണ്ട്. കയ്യുറകളും കാലുറകളും ഉപയോഗിക്കണം. ഒപ്പം തന്നെ കൈകളും കാലുകളുമെല്ലാം ജോലിക്ക് ശേഷം ശുചിയായി വയ്ക്കുക. ശരീരം വൃത്തിയായി സൂക്ഷിക്കുക. ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള ഒരു നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്. ഇത്തരം ജോലിക്കിറങ്ങുന്നവർ തലേ ദിവസം എലിപ്പനിയുടെ പ്രതിരോധ മരുന്നായ ഡോക്സിസൈക്ലിൻ കഴിക്കണം. വെള്ളക്കെട്ടിലുള്ള സ്ഥലങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ കാലുകൾ ഒരു ഗം ബൂട്ട്സ്, അതായത് മുട്ട് വരെ എത്തുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഷൂവോ ബൂട്ട്സോ ഒന്നുമില്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറും കൊണ്ട് കാലുകൾ ഒന്ന് സംരക്ഷിക്കുന്നത് നല്ലതാണ്. മുറിവുകളുണ്ടെങ്കിൽ അത് ഡ്രസ്സ് ചെയ്ത്, അതായത് പ്ലാസ്റ്ററോ അല്ലെങ്കിൽ ബാൻഡേഡ് അങ്ങനെ ഉപയോഗിച്ച് ഡ്രസ്സ് ചെയ്ത് അതിൻ്റെ ശേഷം മാത്രം വെള്ളത്തിലേക്ക് ഇറങ്ങുക. ഇനി അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഡോക്സിസൈക്ലിൻ ഗുളിക ഒരു 200 മില്ലിഗ്രാം ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുടിച്ചതിന് ശേഷം വെള്ളക്കെട്ടിലേക്ക് ഇറങ്ങുന്നതാണ് നല്ലത്. അതൊരു ആഴ്ചയിൽ ഒരിക്കൽ ഒരു 200 മില്ലിഗ്രാം ഡോക്സിസൈക്ലിൻ ഗുളിക കഴിക്കേണ്ടതാണ്. എത്ര കാലം വെള്ളക്കെട്ട് നിലനിൽക്കുന്നോ, എത്ര കാലം നമ്മൾ ആ വെള്ളത്തിൽ ഇറങ്ങുന്നോ അത്രയും കാലം ആഴ്ചയിൽ ഒരു പ്രാവശ്യം 200 മില്ലിഗ്രാം ഡോക്സിസൈക്ലിൻ കുടിച്ചാൽ 80% എലിപ്പനിക്കെതിരായ പ്രൊട്ടക്ഷൻ അതിൽ നിന്ന് തന്നെ കിട്ടും. ഓടകൾ, കുളങ്ങൾ എന്നിവ വൃത്തിയാക്കുന്നവർ
കൃഷിപ്പണിയിൽ ഏർപ്പെടുന്നവർ, കന്നുകാലി പരിചരണം നടത്തുന്നവർ എന്നിവർക്ക് രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. കൈകാലുകളിലുണ്ടാകുന്ന മുറിവുകൾ, കണ്ണ്, മൂക്ക്, വായ എന്നിവയിലൂടെ രോഗാണു ശരീരത്തിനകത്ത് പ്രവേശിക്കും. ഇതിൽ പകരാനുള്ള സാധ്യത മനുഷ്യരിൽ നിന്നും മനുഷ്യനിലേക്കുള്ള പകർച്ച ഇതുവരെ ശാസ്ത്രലോകത്ത് കണ്ടുപിടിച്ചിട്ടില്ല. ആകെ പകരാനുള്ള സാധ്യത ഈ എലിമൂത്രം അല്ലെങ്കിൽ നായകളൊക്കെ വിസർജ്യ വസ്തുക്കൾ അടങ്ങിയ വെള്ളത്തിൽ നമ്മുടെ കാലോ നമ്മുടെ ശരീരഭാഗങ്ങളോ തട്ടുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ചെറിയ പൊട്ടുകൾ, അത് നമ്മൾ തന്നെ കാണണമെന്നില്ല, ചെറിയ ചെറിയ മുറിവുകളോ കട്സോ ഉണ്ടെങ്കിൽ അതുവഴി ഈ അണുക്കൾ രക്തത്തിൽ പ്രവേശിക്കുകയും അത് പല അവയവങ്ങളിലും ലോക്കലൈസ് ചെയ്യുകയും അവിടെയൊക്കെ ഈ ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഇത് എല്ലാ അവയവങ്ങളും മൾട്ടി ഓർഗൻ ഫെയിലിയറായി വരുന്നത്. കണ്ണിൻ്റെ സ്ഥലത്തിലും വായിനകത്തുള്ള മ്യൂക്കോസയിലും കൂടിയല്ല ഇത് മുറിവില്ലെങ്കിൽ പോലും ഈ അണുക്കൾക്ക് തുളച്ചകത്ത് കളയാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ അഴുക്ക് വെള്ളത്തിൽ എടുത്ത് മുഖം കഴുകുകയോ വായിൽ കൊള്ളുകയോ ഒന്നും ചെയ്യരുത്. അഴുക്ക് വെള്ളം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ മോൾഭാഗം തെളിഞ്ഞ് കിടക്കുന്നുണ്ടാവാം, പക്ഷെ അതിനകത്ത് ഒരുപക്ഷെ എലിയുടെയോ കന്നുകാലികളുടെയോ നായകളുടെയോ മൂത്രം ഉണ്ടായിരിക്കാം. അത് ഭയങ്കര അപകടകരമായ ഒരു അവസ്ഥയാണ്. അതൊരിക്കലും ചെയ്യും. എലിപ്പനി വരാനിടയുള്ള സാഹചര്യങ്ങളിൽ കാലിന് മുറിവൊക്കെ ഉള്ള ആളുകൾ ചെളിവെള്ളത്തിലൊക്കെ എന്തെങ്കിലും ജോലി ചെയ്യാൻ പോവുകയാണെങ്കിൽ തലേന്നാൾ ഡോക്സിസൈക്ലിൻ കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനാവശ്യമായ ഗുളികകൾ, ലക്ഷക്കണക്കിന് ടാബ്ലറ്റുകൾ എല്ലാ പ്രദേശത്തും ശേഖരിച്ചെത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഡോക്ടർമാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആ പ്രതിരോധ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ എലിപ്പനി മരണങ്ങളില്ലാതെ നോക്കാൻ സാധിക്കും. നമ്മൾ എലിപ്പനി പ്രതിരോധ മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡോക്സി കോർണർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ വെള്ളപ്പൊക്കത്തിൻ്റെ സാഹചര്യത്തിൽ എലിപ്പനി കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഈ വെള്ളപ്പൊക്കത്തിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള എല്ലാവരും തന്നെ ഈ എലിപ്പനി പ്രതിരോധ മരുന്ന് കഴിക്കേണ്ടതാണ്. അതിനുവേണ്ടി എല്ലാ ഹെൽത്ത് സെൻ്ററുകളിലും കൊടുക്കുന്നുണ്ട്, വീടുകളിൽ പോയിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ മിസ് ചെയ്തവർക്ക് ഇവിടെ വന്ന് ഇപ്പോൾ ഈ മരുന്ന് ലഭ്യമാണ്. കയ്യുറ, കാലുറകൾ തുടങ്ങിയവ ഉപയോഗിച്ച് മാത്രമേ എലിപ്പനി പടരാനുള്ള സാഹചര്യത്തിലെ ജോലികൾ ചെയ്യാൻ പാടുള്ളൂ. പ്രളയാനന്തരം ഇത്രയും കൂടുതൽ പേർക്ക് എലിപ്പനി വരാനുള്ള കാരണവും ഈ മുൻകരുതലുകളുടെ അഭാവമാണ്. ഇവരുടെ എല്ലാ ഹിസ്റ്ററി നമ്മൾ എടുക്കുമ്പോൾ ഇവരാരും തന്നെ പ്രതിരോധ മരുന്ന് കഴിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണുകയും ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായി നിങ്ങളോട് എല്ലാവരോടും ആഹ്വാനം ചെയ്യുന്നത്. പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്നവരും ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുന്നവരും അതുപോലെ പ്രളയജലവുമായി സമ്പർക്കത്തിൽ ഉണ്ടായിട്ടുള്ളവരും പ്രതിരോധ മരുന്ന് കഴിക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരു കാരണവശാൽ നിങ്ങൾ പ്രളയജലവുമായി ബന്ധപ്പെട്ടു നിങ്ങൾ പ്രതിരോധ മരുന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പനി വരികയാണെങ്കിൽ അത് എലിപ്പനിയാകാം. ഇപ്പോൾ ഉള്ള എലിപ്പനി മാരകവുമാണ്. അതുകൊണ്ട് തന്നെ മരണത്തിന് വരെ സാധ്യതയുള്ളതാണ്. ദയവായി നിങ്ങൾക്ക് പനി വന്നാൽ അത് നിസ്സാരവൽക്കരിക്കാതെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങിച്ച് സ്വയം ചികിത്സിക്കാതെ ഒരു ഡോക്ടറെ സേവനം തേടണം. ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് പ്രളയോജലവുമായി ഉണ്ടായ ബന്ധം നിങ്ങൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതുമാണ്. ഗുളിക കഴിക്കുന്നില്ല, എന്തോ ഈ പ്രതിരോധ മരുന്ന് കഴിക്കുന്നില്ല എന്ന് വയറ്റത്തിലോ അതുപോലെയൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ മടിച്ചു നിൽക്കുന്നില്ല. ആ മടി കാണിക്കേണ്ടതില്ല. അപ്പം ഞങ്ങളെല്ലാം ഒന്നിച്ച് ഈ പ്രതിരോധ മരുന്ന് കഴിച്ചു. ഈ ഗുളിക കഴിക്കുന്നത് കൊണ്ട് ഒരു അപകടവുമില്ല. അപ്പം അത് എല്ലാവരും പ്രതിരോധ മരുന്ന് കഴിക്കണം. കഴിച്ചിട്ട് ഈ പനിയും അതുപോലുള്ള അതിൻ്റെ അനുബന്ധ അസുഖങ്ങളും വരാതിരിക്കുന്നതിനുള്ള കരുതലാണ് സ്വീകരിക്കേണ്ടത്. സംസ്ഥാനത്ത് ഇപ്പോൾ മരിച്ചവരിൽ 3 പേർ വിവിധയിടങ്ങളിൽ ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടവരായിരുന്നു. മറ്റുള്ളവർ പ്രളയക്കെടുതികളിൽപ്പെട്ടവരും. എലിപ്പനിയുടെ പ്രശ്നം വരുമെന്നുള്ളത് നാം കണ്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഈ കാലാവസ്ഥാ ദുരന്തത്തിൻ്റെ ഭാഗമായി ധാരാളം വീടുകൾ വെള്ളത്തിൽ പോയിട്ടുണ്ട്, ചളി വന്ന് കയറിയിട്ടുണ്ട്. അതിൻ്റെ ക്ലീനിങ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം നല്ല നിലയിൽ തന്നെ നടക്കാം. ഇത്തരം സന്ദർഭത്തിൽ ഈ പ്രതിരോധ മരുന്ന് കഴിക്കണം എന്നുള്ളത് എല്ലാവർക്കും നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ എല്ലാ പ്രൈമറി ഹെൽത്ത് സെൻ്ററിലും ഇപ്പം ഇതിൻ്റെ പ്രതിരോധ മരുന്നുണ്ട്. അപ്പോൾ
അത് ഉപയോഗിക്കാന്നുള്ളത്, അത് ഉപയോഗിക്കുന്നതിന് വേണ്ടി ആരോഗ്യ രംഗത്തുള്ള പ്രവർത്തകർ, വളണ്ടിയർമാരുണ്ട്, ആശാ വർക്കർമാരുണ്ട്, അവരെല്ലാം ഉപയോഗിച്ച് എല്ലാ വീടുകളുമായി ബന്ധപ്പെടുന്നതിന് വേണ്ടിയുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ ഇതിന് എല്ലാ തരത്തിലുള്ള ചികിത്സയും ലഭിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. നിപ്പ വൈറസിൻ്റെ പ്രശ്നത്തിൽ നമ്മൾ സ്വീകരിച്ചതുപോലുള്ള എല്ലാ നടപടികളും ഈ കാര്യത്തിൽ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ ഉള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ച് പകർച്ചവ്യാധി പ്രതിരോധത്തിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. പ്രതിരോധത്തിനുള്ള മരുന്നുകൾ കൃത്യമായി എല്ലാവിടെയും എത്തിച്ചിട്ടുണ്ട്. ഡോക്ടർമാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ കണ്ടാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം. എലിപ്പനി പടരുന്ന സാഹചര്യത്തിലാണ് കാസർഗോഡ് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. പ്രളയത്തിന് ശേഷം എലിപ്പനി പടരാനുള്ള സാധ്യതയുണ്ടെന്ന് ആരോഗ്യവകുപ്പ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. മൃഗങ്ങളുടെ ശരീരാവശിഷ്ടങ്ങൾ അഴുകി വെള്ളത്തിൽ ചേർന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. പ്ലാഗ് ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾക്ക് വരെ ഇടയാക്കുമെന്നാണ് വിദഗ്ധർ കണക്കുകൂട്ടുന്നത്. എല്ലാ വർഷവും എലിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. എന്നാൽ എലിപ്പനി സാംക്രമിക തലത്തിലേക്ക് എത്താറ് പതിവില്ല. ഇത്തവണത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ എലിപ്പനി സാംക്രമിക തലത്തിലേക്ക് എത്തിപ്പെടുമെന്ന് തന്നെ വേണം കരുതാൻ. ഓരോ വർഷവും എലിപ്പനി കേസുകൾ കൂടി വരികയാണ്. 2016 1710 പേർ എലിപ്പനി ബാധിച്ച് ചികിത്സ തേടിയെത്തി. മരിച്ചവരുടെ എണ്ണം 35. 2017 1408 എലിപ്പനി കേസുകളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത്. 80 പേർ മരിക്കുകയും ചെയ്തു. ഈ വർഷം ഇതുവരെ 1583 പേർ എലിപ്പനിയെ തുടർന്ന് ആശുപത്രികളിലെത്തി. ഇതിനകം 36 പേർ മരിച്ചതായാണ് സർക്കാർ കണക്ക്. ഇതിനു പുറമെ എലിപ്പനി മൂലം ചികിത്സ തേടിയെത്തിയ 69 പേർ 2018 ഇതിനകം മരിച്ചു. നമ്മളിത് വളരെ വ്യാപകമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പൊ നമ്മൾക്ക് 24-ാം തീയതി മുതൽ ഇങ്ങോട്ട് നിങ്ങൾക്കറിയാം 15, 16, 17 തീയതികളിലായിട്ടാണ് നമുക്ക് കൂടുതൽ സ്ഥലങ്ങൾ, ആലപ്പുഴ ഒഴികെയുള്ള മറ്റുള്ള സ്ഥലങ്ങളിൽ പ്രളയം ഏറ്റവും കൂടുതൽ വന്നത്. 19-ാം തീയതി മുതൽ പല സ്ഥലങ്ങളിലും പ്രളയം, വെള്ളം മാറിപ്പോവുകയും ജനങ്ങൾ വീടുകളിലേക്ക് കയറുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. 24 മുതൽ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് 24-ാം തീയതി മുതലുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് എലിപ്പനി, അത് സംശയിക്കുന്ന എലിപ്പനികളുടെ എണ്ണവും 100% ഉറപ്പാക്കിയ എലിപ്പനികളുടെ എണ്ണം കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ സമയങ്ങളിലുണ്ടായിരുന്നതിനേക്കാളും കുറച്ച് കൂടുതലായിട്ടാണ് നിൽക്കുന്നത്. ഏത് പനിയും എലിപ്പനിയാകാം. തുടക്കത്തിൽ കണ്ട് ചികിത്സിച്ചാൽ എലിപ്പനിയെ അകറ്റി നിർത്താനാകും. സ്വയം ചികിത്സ ആപത്ത് വരുത്തുമെന്നതും തിരിച്ചറിയണം. ശക്തമായ വിറയലോട് കൂടിയ പനിയും തളർച്ചയും ശരീരവേദനയും തലവേദനയുമാണ് എലിപ്പനിയുടെ ലക്ഷണം. ഒരാഴ്ച നീണ്ടുനിന്ന ശേഷം പനി കുറയുകയും ശക്തമായി തിരിച്ചു വരികയും ചെയ്യും. പേശീവേദനയും നെഞ്ചുവേദനയും ഉണ്ടാകും. വിശപ്പില്ലായ്മ, മനംപിരട്ടൽ എന്നിവയും കണ്ടേക്കാം. കണ്ണിന് ചുവപ്പ് നിറം, തൊലിപ്പുറത്ത് ചുവന്ന തടിപ്പ്, തൊലിക്കടിയിൽ രക്തം പൊടിയുക, വെളിച്ചത്തിലേക്ക് നോക്കാൻ പ്രയാസം എന്നിവയും അനുഭവപ്പെടും. വൃക്ക, ഹൃദയം, ശ്വാസകോശം, നാഡീഞരമ്പുകൾ എന്നീ അവയവങ്ങളെയാണ് രോഗം ബാധിക്കുക. വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാവുക, രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുക എന്നിവയും ഉണ്ടാകും. ഈ ലക്ഷണങ്ങൾ കണ്ടാൽ തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചാൽ ഒരു പരിധിവരെ രോഗത്തെ അകറ്റാം. പനിയും മേലുവേദനയുമായിട്ട് തുടങ്ങും. പിന്നീട് കടുത്ത പേശികളിലെ വേദന, പ്രത്യേകിച്ച് കാൽ മസിലുകളുടെ കാഫ് മസിൽ ടെൻഡർനെസ് ആണ് സാധാരണയായി നമ്മൾ കൂടുതലായി എലിപ്പനിയുടെ ലക്ഷണമായിട്ട് എടുക്കുന്നത്. അതിൻ്റെ കൂടെ കണ്ണുകളിൽ ചുവപ്പ് നിറം, കൺജസ്റ്റഡ് കൺജങ്ക്റ്റൈവ, അത് എലിപ്പനിയുടെ ഒരു വലിയ ലക്ഷണമാണ്. പിന്നീട് ഒരു 1-2 ദിവസത്തിന് ശേഷം മഞ്ഞപ്പിത്തം, അതായത് മൂത്രത്തിലും കണ്ണിലും മഞ്ഞ കളറ്, പിന്നെ മൂത്രത്തിൻ്റെ അളവ് കുറവ്, റീനൽ ഫെയിലിയറിൻ്റെ ലക്ഷണങ്ങൾ, അതായത് കിഡ്നീൻ്റെ പ്രവർത്തനരഹിതമാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ, മൂത്രത്തിൻ്റെ അളവ് കുറവ്, അങ്ങനെ വരും. അത് ആ സമയം ആവുമ്പോഴേക്കും കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഈ പനിയും മേലുവേദനയും കാലുകളിലെ വേദനയും ഉണ്ടാകുമ്പോൾ തന്നെ എലിപ്പനിയാണെന്ന് സംശയിച്ച് ഡോക്ടറിൻ്റെ അടുത്തെത്തി ചികിത്സ തേടേണ്ടതാണ്.
ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ ശരീരത്തിനകത്തെത്തിയാൽ 10 ദിവസം വരെയാണ് ഇൻക്യുബേഷൻ പീരീഡ്. ചിലപ്പോഴത് 4 മുതൽ 20 ദിവസം വരെയാകാം. ശരീരത്തിലെത്തിക്കഴിഞ്ഞാൽ വൃക്കയെയും ശ്വാസകോശത്തിനെയും കരളിനെയും വരെ ഈ രോഗം ബാധിക്കും. ഈ അണുവിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് അഥവാ ബീജഗർഭകാലം കഴിയുന്നത് വരെയുള്ള കാലഘട്ടത്തിലേക്ക് നമ്മൾ ഈ പ്രതിരോധ മരുന്ന് കഴിക്കേണ്ടതാണ്. ഒരാഴ്ച ഒരു പ്രാവശ്യം കഴിച്ചാൽ മതി. കഴിക്കുമ്പോൾ ഡോക്സിസൈക്ലിൻ്റെ 100 മില്ലിഗ്രാമിൻ്റെ 2 ഗുളികകൾ ഭക്ഷണത്തിന് ശേഷം കഴിക്കാം. അതാണ് എലിപ്പനിക്കെതിരായിട്ടുള്ള പ്രതിരോധമാണ്. ഈ പ്രളയത്തിന് പ്രത്യേകിച്ച് സവിശേഷതയുള്ളത് പ്രളയത്തിൻ്റെ ആരംഭത്തിന് തൊട്ട് മുമ്പ് കേരളത്തിൽ എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ് കുറച്ച് കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രളയം കഴിയുമ്പോൾ ലെപ്റ്റോസ്പൈറോസിസ് അഥവാ എലിപ്പനി എന്ന അസുഖം കൂടുതലായിരിക്കുമെന്നുള്ള ഒരു ചിന്താഗതി ഹെൽത്ത് സർവീസ് ആദ്യം മുതൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വ്യാപകമായിട്ട് അതിൻ്റെ പ്രതിരോധ മാർഗമായ ഡോക്സിസൈക്ലിൻ ഗുളിക കഴിക്കണമെന്നുള്ള ഒരു നിഷ്കർഷ ആരോഗ്യവകുപ്പ് നൽകി. ഏറ്റവും ആദ്യം ചെയ്യേണ്ട പ്രതിരോധ നടപടി എലിയെ അകറ്റി നിർത്തുക എന്നുള്ളതാണ്. അതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക. ഒപ്പം തന്നെ മാലിന്യങ്ങൾ കെട്ടി നിർത്തുന്നതും ഒഴിവാക്കുക. പരിസര ശുചീകരണത്തിന് പ്രാധാന്യം നൽകിയായിരിക്കണം മുന്നോട്ടുള്ള നടപടികൾ. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. വീടുകൾക്കുള്ളിൽ എലികൾ കയറാതെ നോക്കുക. പരിസരങ്ങളിൽ എലികളെ തുരത്താനുള്ള നടപടികൾ സ്വീകരിക്കുക. വീടിനും പരിസരത്തും ചപ്പുചവറുകളും മറ്റു മാലിന്യങ്ങളും കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുകയാണെങ്കിൽ തന്നെ എലികൾ പെരുകുന്നത് തടയാം. പരിസര പ്രദേശങ്ങളിൽ ആവശ്യമായിട്ട് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ ആവശ്യമായിട്ടുള്ള ബ്ലീച്ചിങ് പൗഡറുകൾ സർക്കിളുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പരിസര പ്രദേശങ്ങളിൽ കുമ്മായവും 100 ഗ്രാം കുമ്മായവും 25 ഗ്രാം ബ്ലീച്ചിങ് പൗഡറും കൂടി ചേർത്ത് പരിസര പ്രദേശങ്ങളിൽ മുഴുവൻ വെതറുവാനായി എല്ലാ ഹെൽത്ത് സർക്കിളുകളിലേക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ക്ലീനിങ് നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഇക്കാര്യം ചെയ്യുവാനായിട്ട് ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എലിപ്പനി തുടരുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. പ്രളയക്കെടുതിയില്ലാത്ത കാസർഗോഡ് ജില്ലയൊഴികെ മറ്റ് 13 ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. 325 താൽക്കാലിക ആശുപത്രികൾ പകർച്ചവ്യാധികളെ നിയന്ത്രിക്കാനായി മാത്രം പ്രവർത്തിക്കും. ഈ ആശുപത്രികളിലേക്കായി PG ഡോക്ടർമാരെയും ഹെൽത്ത് ഇൻസ്പെക്ടർമാരെയും നഴ്സുമാരെയും നിയമിച്ചു കഴിഞ്ഞു. ഈ പ്രളയാനന്തര പകർച്ചവ്യാധികൾ മാരകമായി പടരാതിരിക്കാനുള്ള നടപടികളാണ് സർക്കാർ പുലർത്തുന്നത്. വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ഞങ്ങൾക്ക് നടത്താൻ സാധിച്ചു എന്നുള്ളതാണ്. അത് സ്റ്റേറ്റ് തലത്തിലല്ല, ഡിസ്ട്രിക്ട് തലത്തിലും അത്തരത്തിലുള്ള കൺട്രോൾ റൂം ഓപ്പൺ ചെയ്ത് ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സിസ്റ്റം ആകെ അലർട്ടാക്കാനും ഞങ്ങൾക്ക് സാധിച്ചു. പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ ആരോഗ്യവകുപ്പ് മന്ത്രിമാരൊക്കെ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് സെക്രട്ടറിയും ഞങ്ങളുടെ സെക്രട്ടറിയും തമ്മിൽ നല്ല ബന്ധം പുലർത്തിയിട്ടുണ്ട്. പരസ്പരം നന്നായിട്ട് അവർ ഇടപെട്ട് സംസാരിച്ചതിൻ്റെ ഫലമായി ഇവിടെ എന്തെങ്കിലും കുറവ് വരുമ്പോൾ സഹായിക്കാൻ ഞങ്ങളുടെ സഹോദര സംസ്ഥാനങ്ങൾ തമിഴ്നാടും മഹാരാഷ്ട്രയൊക്കെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. അത്ര വലിയ ഹെൽപ്പാണ്. അവരുടെ നാട്ടിലുണ്ടായൊരു പ്രശ്നമാണെന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ഞങ്ങൾക്ക് മെഡിസിനും ബ്ലീച്ചിങ് പൗഡറും എല്ലാം എത്തിക്കാൻ അവർ തയ്യാറായത്. അപ്പോൾ അങ്ങനെ അത് ഞങ്ങൾക്ക് വാങ്ങിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അവരുമായിട്ട് സമയാസമയം ബന്ധപ്പെടുത്താൻ, അതാണ് ഞാൻ പറഞ്ഞത്, ഹെൽത്ത് സെക്രട്ടറി മുതൽ ഞങ്ങളുടെ സ്റ്റാഫിലുള്ള ഓരോരുത്തരും നടത്തിയിട്ടുള്ള വളരെ വിജിലൻ്റ് ആയിട്ടുള്ളൊരു ഓപ്പറേഷനുണ്ട്. അതാണ് എല്ലാ ദിവസവും പിന്നെ കൺട്രോൾ റൂമിൽ രാവിലെ ഹെൽത്ത് സെക്രട്ടറി നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. വൈകുന്നേരത്തെ അവലോകന യോഗത്തിൽ ഞാനടക്കം പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങൾ അവലോകനം നടത്തിക്കൊണ്ട് കുറവുകൾ പരിഹരിച്ച് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അത്രയും. ഇതിനു പുറമെയാണ് വിവിധ ഇടങ്ങളിലായി നടത്തുന്ന ആരോഗ്യ ക്യാമ്പുകൾ. പ്രാദേശികമായി നടത്തുന്ന ഈ ക്യാമ്പുകളിലൂടെ എലിപ്പനി പ്രതിരോധത്തിനാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത്. പ്രതിരോധ മരുന്നുകൾ വിതരണം ചെയ്യുകയും ഇതുവരെ മരുന്ന് കഴിക്കാതെ വിമുഖത കാട്ടുന്നവരെ കണ്ടെത്തി അവർക്ക് മുന്നറിയിപ്പും അവഗാഹവും നൽകാനും ക്യാമ്പുകൾ സഹായിക്കുന്നു. ആരോഗ്യവകുപ്പ് എല്ലായിടത്തും പ്രചാരണ പരിപാടികൾക്കും രൂപം നൽകിയിട്ടുണ്ട്. നമ്മൾ ആവശ്യമായിട്ടുള്ള മരുന്നുകൾ എല്ലാ സ്ഥലത്തേക്കും എല്ലാ ക്ലിനിക്കുകളിലേക്കും എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാ ക്ലിനിക്കുകളിലും ഒരു ഡോക്സിസൈക്ലിൻ കോർണർ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള ഡോക്സിസൈക്ലിൻ അവർക്ക് അവിടെ നമ്മൾ നൽകുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ 200 മില്ലിഗ്രാം ഡോക്സിസൈക്ലിൻ ആദ്യത്തെ ഡോസും തുടർന്നുള്ള ആഴ്ചയ്ക്കുള്ള 2 ടാബ്ലറ്റും കൂടെ അവിടെ വെച്ച് തന്നെ അവർക്ക് കൈമാറുന്നുണ്ട്. കഴിയുന്നിടത്തോളം അവിടെ വെച്ച് തന്നെ കഴിക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട്.
മരണകാരണമല്ല. രോഗം കുറഞ്ഞ് രോഗി പൂർണ്ണമായും സുഖം പ്രാപിക്കുകയും ചെയ്യും. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഡോക്ടർമാർ പറയുന്ന മുൻകരുതലുകളെല്ലാം സ്വീകരിക്കുകയാണ്. ആശങ്കയല്ല ആവശ്യം, ജാഗ്രതയാണ് പ്രധാനം. ഒരു മഹാപ്രളയത്തെ നമ്മൾ അതിജീവിക്കും പോലെ ഈ മഹാമാരിയെയും നമുക്ക് അതിജീവിക്കാം.